Hey guys, welcome back to my channel. Here is another video of Mr. Motovlogger. ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ പ്രോപ്പറായിട്ട് ബൈക്കിൻ്റെ ചെയിൻ ലൂബ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തതിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടും. പവർ ലോസ് ഉണ്ടാവും, മൈലേജ് ഷോട്ട് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ചെയിൻ്റെ കിട്ടേണ്ടതായിട്ടുള്ള ലൈഫ് കിട്ടാണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ നമ്മളൊരു 500 കിലോമീറ്റർ കൂടുമ്പോൾ ചെയിൻ ലൂബ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം മാക്സിമം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മോസ്റ്റ്ലി എല്ലാവരും സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലോ പോയാണ് ചെയിൻ ലൂബ് ചെയ്യുക. പക്ഷേ ഒരു സിംഗിൾ ചെയിൻ ലൂബിങ്ങിന് തന്നെ 100 മുതൽ 200 രൂപ വരെ അവർ സർവീസ് ചാർജ് ചെയ്യും. ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെയിൻ ലൂബ് വാങ്ങി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളത്. അതുമാത്രമല്ല, ഒരു 10 ടൈംസ് വരെ നമുക്ക് ആ ഒരു ചെയിൻ ലൂബ് വെച്ച് യൂസ് ചെയ്യാനും സാധിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബ് ഗ്ലോസിലിൻ്റെ GLO 2000 പറഞ്ഞ മോഡലാണ്. ഇത് ജസ്റ്റ് 185 റുപ്പീസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി മണ്ണെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും മണ്ണെണ്ണയോ പെട്രോളോ ഡീസലോ ഒക്കെ ഉപയോഗിച്ച് ചെയിൻ ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷ് 3 സൈഡ് ടീത്തുള്ള ടൈപ്പ് ബ്രഷാണ്. ഇത് ചെയിൻ്റെ എല്ലാ ഭാഗത്തും ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ്. ഇത് ഏകദേശം 150 റുപ്പീസിൻ്റെ താഴെ വരുന്നുള്ളൂ. ഈ പ്രോഡക്റ്റ് എല്ലാം ആക്സറി ഷോപ്പിലും അതുപോലെ തന്നെ ഓൺലൈനും അവൈലബിൾ ആണ്. ഓൺലൈൻ വാങ്ങേണ്ടവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്കത് കയറി വാങ്ങാവുന്നതാണ്. അപ്പോൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ നേരത്ത് അടിയിലൊരു പാത്രം വെക്കണം, നല്ലതായിരിക്കും. അടിയിൽ മണ്ണെണ്ണയൊക്കെ ചാടി തറ വൃത്തികേടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു പാത്രം വെക്കണം, നല്ലതായിരിക്കും. ഭാഗത്ത് പിടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ബലം കൊടുക്കുക. ചെയിൻ കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ബലം കൊടുത്താൽ മതി. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൈ നമ്മുടെ ഉള്ളിലേക്ക് വിടും. അതുകൊണ്ട് അത് വിടാൻ മാക്സിമം ഇതുപോലെ ക്ലീൻ ചെയ്യണം. ഇതുപോലെ ചെടി ഇളകി പോകും. അതായത് ആ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ അതുപോലെ ഇളകും. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കി കാണാൻ പറ്റും, നല്ല ക്ലീനായിട്ട് ചെയിൻ ക്ലീനായിരിക്കുന്നത്. അതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചതിന് ശേഷം മാത്രമേ ചെയിൻ ലൂബ് അടിക്കാവുള്ളൂ.
അതിൻ്റെ ഒപ്പം തന്നെ ഈ കാണുന്ന ചെളിയുണ്ടോ, ഈ റബ്ബർ ബീഡിങ്ങിൻ്റെ മേളിൽ കാണുന്ന ആ ഒരു ചെളിയോടെ തുടച്ച് കളയണം നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് റൊട്ടേഷൻ ആകുമ്പോൾ ആ ഒരു ചെളിയും കൂടെ ചെയിനിലേക്ക് കയറി പിടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതും തുടച്ച് കളയാം.